മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിയുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 3. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. നമ്മുടെ കഴിവുകളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മൾ നിരാശരാകരുത്. അപമാനിക്കപ്പെട്ടാൽ മനസ്സിളവുകയും അരുത്. എല്ലാവരും ഏതെങ്കിലും അവസരത്തിൽ മറ്റുള്ളവരുടെ നിന്ദയ്ക്കും ദൂഷണങ്ങൾക്കും ഇരയാകാതിരിക്കുകയില്ല. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിടിഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെടും. എതിർപ്പുകളുടെ മേൽ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ് വേണ്ടത്. കടൽ തിരകൾ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. തിരകളുടെ മുകളിൽ മുങ്ങാതെ നിൽക്കുവാൻ പ്രാപ്തിയുള്ള കപ്പലുകൾ നിർമ്മിക്കുകയാണ് വേണ്ടത്. അപമാനവും അപവാദവും ഉണ്ടായാൽ അതിൽ കുലുങ്ങരുത്. ഈശോയുടെ ബാല്യകാലം കഴിച്ച് സ്വന്തം നാടായ നസ്രത്തിൽ ഈശോയ്ക്ക് സ്വീകരണം ലഭിച്ചില്ല. ഈശോ തച്ചന്റെ മകനാണെന്നും അവന്റെ സഹോദരന്മാർ വെറും സാധാരണക്കാർ മാത്രമാണെന്നുമുള്ള മുൻവിധിയോടെയാണ് അവർ ഈശോയെ സ്വീകരിച്ചത്. അവർ അപമാന സ്വരത്തിൽ സംസാരിച്ചു. ഈശോ ക്ഷോഭിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല. ക്രൈസ്തവൻ കുറ്റാരോപണങ്ങളുടെയും അപമാനിക്കലുകളുടെയും മധ്യേ അക്ഷോഭ്യനായിരിക്കണം. ദാവീദ് രാജാവ് നിയമപെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ പാടി സ്തുതിച്ചത് കണ്ടപ്പോൾ ഭാര്യ മിഖാളിന് അപമാനമായി തോന്നി. അവളുടെ അപ്പൻ സൗളിന് പകരം തന്നെ രാജാവാക്കിയ ദൈവത്തിനു മുമ്പാകെ ഇനിയും നൃത്തം ചെയ്യുമെന്ന് ദാവീദ് മിഖാലിനോട് തറപ്പിച്ചു പറഞ്ഞു. അപമാനിച്ചാൽ ഏൽക്കാത്ത മനസ്സായിരുന്നു ദാവീദിന്റെ. അപ്പോൾ ദൈവമാണ് എന്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. ഒരിക്കലും നമ്മൾ അപമാനിക്കുന്നവരുടെ കൂടെ അവഹേളിതനാവരുത്. ധീരതയോടെ നിലനിൽക്കണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.